मन सर्वांतर्यामी साई मन बंगारू पति बाबा. സായിരാം. 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 അപ്പോ മാഷെ, ഞാൻ ഓങ്കാരം പറയുമ്പോ മാഷ്, കുട്ടപ്പൻ മാഷ് പിന്നെ വീഡിയോ ഓൺ ചെയ്തിട്ട് വായിക്കുക. അത് കഴിഞ്ഞിട്ട് അനുഭവം പറയുക. സെൽഫ് ഇൻട്രഡക്ഷൻ ചെയ്യണം. ആരാണ്, എവിടെ നിന്നാണ്, ഇപ്പൊ എന്ത് ചെയ്യുന്നു സംഘടനയില്. അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ പ്രസന്റേഷൻ കഴിയുമ്പോൾ സുജാത ഒരു ഭജനയും കൂടെ പാടണം കേട്ടോ. അപ്പൊ ഞാൻ ഓങ്കാരം പറയാൻ പോണു. നമുക്കിന്ന് 9:16 ആയെങ്കിലും ഇന്ന് ഭഗവാന്റെ എല്ലാ സ്ഥലങ്ങളിലും ഭഗവാന്റെ ഭജന നടക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരു 15 മിനിറ്റ് കൂടിയാലും 9:45 ആയാലും കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഭഗവാന്റെ കൂടെ ഇരിക്കാം അല്ലേ? സായിരാം. ഓ ഓം സാईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ओम साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ओम साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ओम शांति शांति शांति. സായിരാം. ഇടുക്കിയിൽ നിന്ന് DP ആയ ശ്രീ കുട്ടപ്പനാണ് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. മാഷ് ഓൺ ചെയ്തോളൂ, വീഡിയോ ഓൺ ചെയ്തിട്ട് പറഞ്ഞോളൂ. കുറച്ച് പൊങ്ങിയിരിക്കണം. ശരി, പറഞ്ഞോളൂ. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സായിറാം. എല്ലാമായ ഭഗവാന്റെ തൃപ്പാദ പത്മങ്ങളിൽ കോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ഇന്ന് നമ്മൾ 2024 വിട പറഞ്ഞ് 2025 പ്രവേശിക്കുന്ന ദിവസമാണ്. എല്ലാവർക്കും 2025 ഭഗവാന്റെ സമ്പൂർണ്ണ കൃപയും അനുഗ്രഹവും സായി പ്രസ്ഥാനത്തില് ഭഗവാനോടൊപ്പം ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുവാനുള്ള അവസരവും സാഹചര്യവും ആരോഗ്യവും എല്ലാം ഭഗവാൻ തരട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. എൻ്റെ പേര് കുട്ടപ്പൻ. ഞങ്ങള് ഇടുക്കിയിലെ മൂന്നാറാണ്. പള്ളിവാസൽ പവർ ഹൗസ് കേരളത്തിലെ പള്ളിവാസൽ ഹൈഡ്രോലിറ്റി പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന അതേ ഗ്രാമമാണ് എൻ്റെ വീട്. ഞാനും ഭാര്യയുമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. മകളെ വിവാഹം കഴിച്ചു വിട്ടു. അവള് പൂനെയിലാണ്. എൻ്റെ മകൻ സ്വാമിയുടെ അപാര കൃപയാൽ പഠിക്കുന്നത് ഭഗവാന്റെ പുട്ടപർത്തി യൂണിവേഴ്സിറ്റിയിലാണ്. സ്വാമിയുടെ വലിയ കൃപയാൽ അവൻ അവിടെ PG ഫൈനൽ ഇയർ ചെയ്യുന്നു. കഴിഞ്ഞ വർഷവും ഈ വർഷവും സ്വാമി അവനെ അനുഗ്രഹിച്ച് അവിടുത്തെ ചാമ്പ്യനും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവൻ വൈസ് ക്യാപ്റ്റനും ഒക്കെയാണ്. എല്ലാം ഭഗവാന്റെ അപാരമായ പ്രേമം ഒന്നുകൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ സർവീസ് കോർഡിനേറ്റർ ആയിട്ടായിരുന്നു ഭഗവാന്റെ ഈ വലിയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എളിയ സേവകനായി ഇപ്പൊ സ്വാമി എനിക്ക് ഒരു വലിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ഒരു വലിയ അവസരവും ഒപ്പം വലിയൊരു ഉത്തരവാദിത്വവും കൂടി തന്നു എന്ന് മാത്രം. വലിയ അവസരമാണ്, ഒപ്പം ഉത്തരവാദിത്വവും DP എന്നുള്ള ആ ഒരു ഇത്. ഞാൻ അതിലെല്ലാം എപ്പോഴും വലിയ സേവകൻ തന്നെ ആയിട്ടിരിക്കുവാൻ, നല്ലൊരു സേവകനായിരിക്കുവാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ പുസ്തകത്തിലേക്ക് കയറാം. എനിക്കിന്ന് ഭഗവാൻ എനിക്ക് സെലക്ട് ചെയ്ത് തന്നത് സായി ദർശനം. നമ്മുടെ ഭഗവാന്റെ സന്തത സഹചാരിയായി ഇരുന്ന് ഭഗവാനോടൊപ്പം എപ്പോഴും ഉണ്ടായി കഴിഞ്ഞ വർഷം ഭഗവാന്റെ പാദങ്ങളിൽ ചേർന്ന പ്രൊഫസർ അനിൽകുമാർ സാറിൻ്റെ സായി ദർശനത്തിലെ 6ാം
അധ്യായത്തിലെ ഏതാനും പേജുകൾ വായിച്ചു തുടങ്ങുകയാണ്. ജീവിതം ഉദ്ദേശം. ഞാൻ വിനയപൂർവ്വം പറയട്ടെ, ഭഗവാന്റെ ചരണകമലങ്ങളിൽ നിന്നും അല്പമെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ളതും ഗ്രഹിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നാം മനസ്സിലാക്കുക, ജീവിതം അസ്ഥിരമാണ്. ഈ ശരീരം ഒരു ഹോട്ടൽ പോലെയാണ്. മനസ്സ് കാവൽക്കാരനാണ്. നിങ്ങൾക്ക് ഈ ഹോട്ടലിൽ കാലങ്ങളോളം താമസിക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങൾക്കത് സ്വന്തമാക്കുവാനും കഴിയുകയില്ല. അത് സൗകര്യപ്രദമായി താത്കാലിക താമസത്തിനുള്ള സ്ഥലം മാത്രമാണ്. നമ്മുടെ ജീവിതം കാലബന്ധിതമായി ഉരുക്കിത്തീരുന്ന ഹിമപാളിയാണ്. ജീവിതം മുതലകൾ വസിക്കുന്ന ഒഴുകി നീങ്ങുന്ന പുഴയാണ്. ഈ മുതലകൾ നിങ്ങളുടെ പാദങ്ങളിൽ പിടികൂടി പുഴയിലേക്ക് വലിച്ചുകൊണ്ട് പോയേക്കാം. ഇത്തരം അപകടം പിടിച്ച് പുഴകൾ നമുക്ക് കടക്കേണ്ടതുണ്ട്. അത് വളരെ സുരക്ഷിതമല്ല. കൂടാതെ ജീവിതം ഒരു കുടുക്കാണ്, ഒരു ബന്ധനം. ഈ കുടുക്ക് വളരെ സങ്കീർണമാണ്. ഇത് അഴിക്കുക പ്രയാസമേറിയതാണ്. ഇത് നമുക്ക് അഴിക്കുവാനോ കഴിയാത്ത കുടുക്കാണ്. അപ്പോൾ ജീവിതം സങ്കീർണമായി കെട്ടിയ കുടുക്കാണ്. അതിനാൽ അത് സന്തോഷകരമായ കാര്യമല്ല. നാം അനുഭവിക്കുന്ന സുഖം നിരന്തരമല്ല. നാം അനുഭവിക്കുന്ന ദുഃഖവും നിരന്തരമല്ല തന്നെ. ജീവിതം ദുഃഖവും സന്തോഷവും ചേർന്നതാണ്. അത് ഇടപെട്ടു വരുന്നു. ഭഗവാൻ അരുളുന്നു, സുഖം രണ്ടു ദുഃഖങ്ങളുടെ ഇടവേളയാകുന്നു. ജീവിതം എന്താണെന്ന് അല്പം മനസ്സിലായി നാം ഒരു പുതിയ കാറ് വാങ്ങുന്നു. ഒരു ജഗ്വാർ അല്ലെങ്കിൽ മേഴ്സിഡസ്, വിധ ആധുനിക സജ്ജീകരണങ്ങളുമുള്ള വിലപിടിച്ച കാറ്. ആ കാർ കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? അത് വെറുതെ നമ്മുടെ ഗ്യാരേജിൽ സൂക്ഷിക്കുമോ? ദിവസവും കഴുകി വൃത്തിയാക്കുമോ? ഇല്ല. കാറ് യാത്ര ചെയ്യുവാനും നമ്മുടെ ലക്ഷ്യത്തിലെത്തുവാനും ഉള്ളതാണ്. ഭഗവാൻ സൃഷ്ടിച്ചു തന്ന മനോഹരമായ കാറാണ് ഈ ജീവിതം. ഇത് മനുഷ്യനിർമ്മിതമായ കാറിനേക്കാൾ കൂടുതൽ നിലനിൽക്കുന്നതാണ്. ഭഗവാൻ ഈ തന്ന കാറിന് അനുഭൂതിയും ചിന്തയും സന്തോഷവും സുഖവും എല്ലാം ഉണ്ട്. എന്നാൽ മനുഷ്യ നിർമ്മിതമായ കാറ് നട്ടും ബോൾട്ടും സ്ക്രൂവും മാത്രം. എന്നാൽ രണ്ട് കാറും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. രണ്ടിനും 4 ടയറുകളുണ്ട്. ശരീരത്തിന് 4 ടയറുകളുണ്ട്. 2 കാലുകളും 2 കൈകളും. മനോഹരമായ മെഴ്സിഡസ് ബെൻസിന് ലൈറ്റുകളുണ്ട്. നമുക്കും 2 ലൈറ്റുകളുണ്ട്. കണ്ണുകൾ. കാറിന്റെ ലൈറ്റുകൾ പരിമിതമായ പരിധിക്കുള്ളിൽ ഉള്ളതാണ്. എന്നാൽ നമ്മുടെ കണ്ണുകൊണ്ട് അകലെയുള്ള വസ്തുക്കൾ കാണാനാവുന്നതാണ്. മനുഷ്യനിർമ്മിതമായ വെളിച്ചം ബാറ്ററികളിൽ നിന്നാണ്. ഈശ്വരന്റെ വെളിച്ചം ആത്മീയ ശക്തിയാൽ പ്രവർത്തിക്കുന്നു. നിങ്ങൾക്ക് അതിൻ്റെ സ്വിച്ച് ഇടാം. കൺപോളകൾ അടച്ചുകൊണ്ട് കാറിന് സുന്ദരമായ ഹോണുണ്ട്. നമുക്കും കാഹളമുണ്ട്. എന്നാൽ മനുഷ്യനിർമ്മിതമായ കാറിലെ ഹോൺ ബീപ് ബീപ് എന്ന് പറയുമ്പോൾ ഈശ്വര നിർമ്മിതമായ ഹോൺ പാട്ടുപാടുന്ന ശബ്ദമുണ്ടാക്കുന്നു, മധുരമായി സംസാരിക്കുന്നു. കാറിനൊരു സ്റ്റിയറിംഗ് വീലുണ്ട്. സ്റ്റിയറിംഗ് വീൽ വലത്തോട്ട് തിരിച്ചാൽ കാറിന്റെ ചക്രങ്ങളും വലത്തോട്ട് തിരിയുന്നു. നമുക്കും ഒരു സ്റ്റിയറിംഗ് ഉണ്ട്. മനസ്സ് ഈശ്വരനിലേക്ക് തിരിയട്ടെ, അപ്പോൾ ശരീരം അമ്പലത്തിലേക്ക് നടക്കും. സ്റ്റിയറിംഗ് മനസ്സ്. ലോകത്തിലേക്ക് തിരിച്ചുവിടൂ, അപ്പോൾ ശരീരം നിശാ ക്ലബിലേക്ക് നീങ്ങുന്നു. ഒരേ കാർ, ഒരേ സ്റ്റിയറിംഗ്, എന്നാൽ തിരിക്കുന്നത് മാത്രം വ്യത്യാസം. ഈശ്വരനിലേക്ക് അമ്പലത്തിൽ, ഭൗതിക ലോകത്തിലേക്ക് ക്ലബ്ബ്. ഈ മനുഷ്യ ശരീരം കാറിന്റെ പോലെ തന്നെ ശരിയായ ഉപയോഗമുള്ളതാണ്. കാറിന്റെ ടയറിനുള്ളിൽ വായുവാണ്. നമുക്കും വായുവുണ്ട്. അതിനാൽ ശരീരത്തിന് പ്രവർത്തിക്കാം. ഇതിന് ശ്വാസോച്ഛ്വാസം, ശ്വസനവും ഉച്ഛ്വാസവും എന്ന് പറയുന്നു. ജീവിതം ശരീരം ഉള്ളിലേക്ക് എടുക്കുന്ന വായു തന്നെയാണ് ടയറിനുള്ളിലെ വായു. ഈ ശരീരം ശ്വാസോച്ഛ്വാസത്തിലൂടെ പ്രതിദിനം 21,600 പ്രാവശ്യം വായു നിറയ്ക്കുന്നു. ടയറിന് ഉള്ളിലെ വായു എന്തെങ്കിലും പഠിപ്പിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നില്ല. എന്നാൽ ശരീരത്തിനുള്ളിലെ വായു ജീവന്റെ ഉദ്ദേശം എന്താണെന്ന് പഠിപ്പിക്കുന്നു. നാം ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ സോ എന്നും ഉച്ഛസിക്കുമ്പോൾ ഹം എന്നും പറയുന്നു. സോഹം. അർത്ഥം ഞാൻ ഈശ്വരനാകുന്നു. അപ്പോൾ ടയറിലുള്ള വായു യാന്ത്രികവും ശാരീരികവും മനുഷ്യനിർമ്മിത ലക്ഷ്യമുള്ളതുമാണ്. എന്നാൽ ഈശ്വര നിർമ്മിത ശരീരത്തിലെ വായുവിന് തത്വചിന്താപരമായ ലക്ഷ്യം പിന്നിലുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ മനുഷ്യൻ നിർമ്മിച്ചോ അതൊക്കെ യാന്ത്രികവും ശാരീരികവുമാണ്. എങ്കിൽ ഈശ്വര നിർമ്മിതം ആത്മീയമാണ്. അതിനാൽ ശരീരത്തിന്റെ കാർ
ഉദ്ദേശം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ഈ ശരീരത്തിന്റെ ഉദ്ദേശം ലക്ഷ്യസ്ഥാനത്ത് എത്തുകയാണ്. എന്താണ് ലക്ഷ്യം? എവിടേക്കാണ്? എത്ര സമയം വേണ്ടിവരും? എത്ര കിലോമീറ്റർ ഉണ്ടായിരിക്കും? എത്ര വേഗം നമുക്ക് പോകാൻ കഴിയും? എത്ര ദൂരം? എത്ര തരം ഡ്രൈവറാണ് ആവശ്യം? നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഉദ്ഭവം എവിടെയാണോ അങ്ങോട്ട് മടങ്ങിപ്പോവുകയാണ്. ചെറിയ ഉദാഹരണം, നിങ്ങൾ ലണ്ടനിൽ നിന്നാണ് ഇവിടെ എത്തിയത്. നിങ്ങൾക്ക് ലണ്ടനിൽ തിരികെ എത്തണം. ലണ്ടനിൽ നിന്ന് വന്ന് നിങ്ങൾക്ക് ലോസ് ഏഞ്ചലസിലേക്ക് പോകാൻ കഴിയുകയില്ല. നിങ്ങൾ ലണ്ടനിലുള്ള ആളാണ്. നിങ്ങളുടെ കുടുംബവും ജോലിയും എല്ലാം അവിടെയാണ്. അപ്പോൾ ലണ്ടനിൽ നിന്ന് വരുന്ന നിങ്ങൾ യാത്ര അവസാനിപ്പിക്കുന്ന ലണ്ടനിൽ തിരിച്ചെത്തുമ്പോഴാണ്. വ്യക്തമായില്ലേ? അതുകൊണ്ട് ജീവിത ഉദ്ദേശം നാം എവിടെ നിന്ന് ആരംഭിച്ചുവോ അവിടേക്ക് മടങ്ങിച്ചെല്ലുകയാണ്. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം വളരെ ലളിതമാണ്. എന്നാൽ ഈ ഉത്തരം നമ്മളെ മറ്റൊരു ചോദ്യത്തിലേക്ക് എത്തിക്കുന്നു. എന്താണ് നമ്മുടെ ഉത്ഭവം? ഇവിടെ ഒരു സമുദ്രം സൂര്യരശ്മിയേറ്റ് ജലം നീരാവിയായിത്തീരുന്നു. ഈ നീരാവി മേഘങ്ങളായി ആകാശത്ത് തങ്ങുന്നു. മേഘം മഴ പെയ്യിക്കുന്നു. മഴ വെള്ളം നദിയിലേക്ക് ഒഴുക്കുന്നു. ഈ നദി ഒടുവിൽ സമുദ്രത്തിൽ ലയിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ ഉദ്ഭവം സമുദ്രമാണ്. നീരാവി, മേഘം, മഴ, നദി എല്ലാം കടലിലെത്തുന്നു. അതുപോലെ തന്നെ മനുഷ്യനും ഈശ്വരനിൽ നിന്ന് ഉത്ഭവിച്ച് ഈശ്വരനിൽ മടങ്ങിയെത്തണം. വളരെ ലളിതം. നമ്മൾ പറഞ്ഞേക്കാം, നമുക്കെങ്ങനെ അറിയാം നാം ഈശ്വരനിൽ നിന്നുമാണ് ഉത്ഭവിച്ചതെന്ന്? ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ ജർമ്മനിയിൽ നിന്നോ അർജന്റീനയിൽ നിന്നോ ആണ്. ഈശ്വരനിൽ നിന്നുമല്ല. ഞാൻ അവിടുത്തെ പൗരനാണ്. എനിക്ക് അവിടെ വോട്ടവകാശവുമുണ്ട്. ഞാൻ കരം കൊടുക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈശ്വരൻ എന്നാണെന്ന് പറയുന്നത്? എനിക്കറിയില്ല ഈശ്വരൻ എവിടെയാണെന്ന്. എന്നാൽ അർജന്റീന എവിടെയാണെന്ന് എനിക്കറിയാം. അതിനാൽ എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും, ഞാൻ ഈശ്വരനിൽ നിന്നുമല്ല, അർജന്റീനയിൽ നിന്നുമാണ് എന്ന്. എന്നാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അർജന്റീന ഒരു സ്ഥലമാണ്. അത് നിങ്ങൾക്കറിയാം. അർജന്റീന എന്ന പ്രത്യേക സ്ഥലത്ത് നിന്ന് നിങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നു. അത് നിങ്ങളിൽ നിന്നും വിഭിന്നമാണ്. നിങ്ങൾക്ക് പോകാം, വരാം. എന്നാൽ ഈശ്വരൻ സർവ്വവ്യാപിയാണ്. എങ്ങോട്ട് നിങ്ങൾ പോകും? എങ്ങനെ മടങ്ങും? ചെറിയ ഉദാഹരണം, എല്ലായിടത്തും വായുവുണ്ട്. ഞാൻ നിങ്ങളോട് വായുവിൽ പ്രവേശിക്കുവാനും പുറത്തേക്ക് പോകുവാനും പറയുന്നു എന്ന് സങ്കല്പിക്കുക. എവിടെയും വായുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വായുവിനകത്ത് കയറാനും പുറത്തേക്ക് വരുവാനും എങ്ങനെ പറയുവാൻ സാധിക്കും? എന്നാൽ നിങ്ങൾ പറയും, എനിക്ക് അർജന്റീന കാണാൻ കഴിയും, പക്ഷെ ഈശ്വരനെ കാണാൻ കഴിയുന്നില്ല എന്ന്. ഈശ്വരൻ സർവ്വവ്യാപിയാണ്. നിങ്ങൾക്ക് എങ്ങോട്ട് പോകാൻ കഴിയും? എങ്ങനെ തിരിച്ചു വരും? മറ്റുദാഹരണം, ഇവിടെ ഒരു പശു, അതിൻ്റെ രക്തം ശരീരത്തിൽ പരിക്രമണം ചെയ്യുന്നുണ്ട്. രക്തമാണ് പാലായി മാറുന്നത്. പാല് രക്തത്തിന്റെ ഒരു ഉൽപ്പന്നമാണ്. പക്ഷെ നിങ്ങൾക്ക് പാല് വേണമെങ്കിൽ പശുവിൻ്റെ അകിടിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ രക്തം എല്ലായിടത്തുമുണ്ട്. രക്തം പാലുണ്ടാക്കുന്നു. പാൽ ഒരിടത്തു നിന്ന് മാത്രം ലഭിക്കുന്നു. അതുപോലെ ഈശ്വരൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് അവിടുത്തെ സാന്നിധ്യം ചില പ്രത്യേക ഇടങ്ങളിൽ, ചില പ്രത്യേക സ്ഥലങ്ങളിൽ, ചില പ്രത്യേക മാനസിക അവസ്ഥയിൽ, ആധ്യാത്മിക അന്ധകരണത്തിൽ അഥവാ അറിവിന്റെ തലത്തിൽ നിങ്ങൾ അതിന് തയ്യാറാകണം. പക്ഷെ ഇനി അനുഭവം പറയാട്ടോ. സായിറാം, പെട്ടെന്ന് എൻ്റെ അനുഭവങ്ങളിലേക്ക് വരാം. ഏതാണ്ട് 2001 കാലഘട്ടത്തില്, വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഞാൻ പുട്ടപർത്തിയിലേക്ക് ഭഗവാനിലേക്ക് എത്തുവാൻ ഇടയായത്. 2000 എവിടെ നിന്നോ ഞാനൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിൽ പഠിപ്പിക്കുമ്പോൾ എവിടെ നിന്നോ ഭഗവാന്റെ ഒരു മോതിരം കിട്ടിയതും എൻ്റെ കയ്യിലിട്ടതും അതിട്ടുകൊണ്ട് ഞാൻ കുട്ടികളെ പഠിപ്പിക്കാൻ പോയപ്പോൾ ആ കോളേജിലുള്ള മറ്റ് സഹപ്രവർത്തകർ ഏറെയും അവർ ക്രിസ്ത്യൻസും മറ്റ് ഒക്കെ ആയിരുന്നു. എന്നെ പലപ്പോഴും അവർ കളിയാക്കുമായിരുന്നു. എന്നിട്ടും ഞാൻ അത് ഇട്ടുകൊണ്ട് തന്നെ കുറേ മാസങ്ങൾ പോയി. ഈ കളിയാക്കിയെങ്കിലും ഞാനത് ഇട്ടുകൊണ്ടിരുന്നു പോയി. എപ്പോഴോ ആ മോതിരം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അതിനിടയ്ക്ക് എപ്പോഴോ എനിക്കൊരു കത്ത് എവിടുന്നോ എനിക്ക് വന്ന് കിട്ടുകയാണ്. ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ അത്ഭുത ലീലകൾ എഴുതി അയച്ചാൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. ഒരു പ്രൈവറ്റ് കോളേജായിരുന്നു. ഞാനന്ന് സാമ്പത്തികമായിട്ടും എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുന്നൊരു കാലഘട്ടം. ഞാൻ ആർക്കൊക്കെ ഒരു 10-15 കത്തൊക്കെ ഇങ്ങനെ എഴുതി എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചതൊക്കെ എനിക്ക് ഓർമ്മയിൽ കിടക്കുന്നു.
അവിടെ നിന്നാണ് ഞാൻ പിന്നീട് പിൽക്കാലത്ത് മൂന്നാറിൽ ഒരു സ്ഥാപനത്തിൽ മാനേജറായി പിൽക്കാലത്ത് ജോലി ചെയ്യാനിടയായപ്പോൾ കണ്ണൂരുള്ള ഒരു ഭാസ്കര സാറ്, ഞാൻ ഓർക്കുന്നു, അദ്ദേഹം ഡെപ്യൂട്ടി തഹസിൽദാരായിരുന്നു. അദ്ദേഹം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എന്നും വൈകിട്ട് വരികയും എൻ്റെ അടുക്കൽ നിന്ന് ഫോൺ അദ്ദേഹത്തിന് വിളിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം മുഖാന്തരമാണ് ഞാൻ സായി സമിതിയിലേക്ക് വരുന്നത്. ഇനി ഞാൻ ആദ്യകാലം ഫസ്റ്റ് ഡ്യൂട്ടിക്ക് പോയപ്പോഴത്തെ ഒരു സംഭവത്തിലേക്ക് വരാം. ആദ്യമായി പുട്ടപർത്തിയിലേക്ക് ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എൻ്റെ വീടിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമെന്ന് പറഞ്ഞാൽ, ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു വീട്, ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് ആണെങ്കിലും തറയൊന്നും ഇടാതെ തേച്ച് തല്ലി മെഴുകിയിട്ടേക്കുന്ന തറ, ജനൽ വെക്കാൻ പറ്റാത്തൊരു കാലഘട്ടം. അപ്പോൾ പോകുന്നു, എൻ്റെ മോനൊന്ന് 2 വയസ്സ്. ഞാൻ പോകുമ്പോൾ അവന് വല്ലാത്ത ഡിസെൻട്രി, വലിയ രീതിയിൽ വയറിങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ് ഞാൻ പോകുന്നത്. ഏതായാലും അന്ന് ഫോണോ മൊബൈലോ ഒന്നുമില്ല, ലാൻഡ് ഫോൺ പോലും ചില വീട്ടിലേ ഉള്ളൂ. ഞാൻ ഇവിടെ നിന്ന് ആലുവയിൽ എത്താറായി കാണും. ആലുവയിൽ എത്തിക്കഴിഞ്ഞ് ഞാൻ നേരെ അവിടുന്ന് ട്രെയിനിൽ പുട്ടപർത്തി എത്തി. അന്ന് നമ്മുടെ ബൂത്തിൽ നിന്ന്, എൻ്റെ വീടിൽ നിന്ന് ഒരു 200 മീറ്റർ അപ്പുറമുള്ള എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലൊന്ന് ഫോണുണ്ട്, അവർക്ക് മാത്രമാണ് നാട്ടിലുള്ളൂ. അവിടേക്ക് വിളിച്ചപ്പോൾ അവിടുത്തെ ആ ചേച്ചി എൻ്റെ വീട്ടിൽ വന്നു വിവരങ്ങൾ അന്വേഷിക്കാൻ, എൻ്റെ മോനെങ്ങനെ ഉണ്ടെന്ന്. ഭഗവാനിലങ്ങ് അടിയുറച്ച് എന്ന് ആ ഒരു ഘട്ടത്തിൽ എൻ്റെ അവസ്ഥയും വളരെ മോശമാണ്. എന്തായാലും എൻ്റെ ഭഗവാൻ എന്നെ രക്ഷിക്കും. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ആ ചേച്ചി വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വൈഫ് എന്നോട് എനിക്ക് അറിയാൻ കഴിഞ്ഞ ഇതാണ്, ഞാൻ പോയി ആലുവയിൽ എത്താറായി കാണും. അപ്പോൾ എൻ്റെ വീടിൻ്റെ അയലോക്കത്ത് നിന്ന് എൻ്റെ വൈഫിന് അറിയില്ലാത്ത ഒരു സ്ത്രീ, ഒരു മുസ്ലിം സ്ത്രീയാണ്. അവരൊരു വളരെ ഒരു നാട്ടു ചികിത്സയൊക്കെ അറിയാവുന്ന ഒരു മുസ്ലിം സ്ത്രീയാണ്. ആ അമ്മ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് പോയതാ, ഞാനും പിന്നെ കണ്ടില്ല. ഞാൻ പോയി കഴിഞ്ഞാൽ അവരെൻ്റെ വീട്ടിലൂടെ വരികയും എവിടുന്നോ വന്നു. എൻ്റെ മോൻ ഒരുപാട് മരുന്നൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാണ് പോകുന്നത്, പക്ഷെ ഒഴിച്ചിൽ നിൽക്കുന്നില്ല. ഈ അമ്മ എൻ്റെ മകനെ, അപ്പോൾ വൈഫിനോ പരിചയപ്പെട്ടു, ഇന്ന ആളുടെ വീടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അറിയത്തില്ല, ഞാൻ മോളെ പേടിക്കേണ്ട, ഞാൻ ഇന്ന ആളാണ് എൻ്റെ അടുത്ത്. അവൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഗുരുക്കത്തി എന്നൊക്കെ, ഗുരുക്കൾ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവർ മകനെ ഇങ്ങനെ വയറ് തലോടി, മോളെ ഇത് കുടല് മറിഞ്ഞതാണ്, ഇപ്പൊ പൊക്കോളൂ എന്ന് പറഞ്ഞു. എങ്ങനെയാണെങ്കിലും എൻ്റെ മകൻ, ആ അമ്മ കൈ ഓടിച്ചപ്പോൾ എല്ലാം ഭഗവാൻ, സംശയം വേണ്ട, എൻ്റെ മകൻ്റെ ഒഴിച്ചു നിൽക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ 2006 കാലഘട്ടത്തിൽ ഡ്യൂട്ടിക്ക് പോവുക. ആ ഘട്ടത്തിലും എൻ്റെ വീട് ഒരു മഴ പെയ്താൽ പടിഞ്ഞാറൻ മഴ എൻ്റെ ഹാളിൽ മുഴുവൻ നിറയും. അത്ര കാറ്റുള്ള ഒരു തുരുത്തിലാണ് എൻ്റെ വീടിരിക്കുന്നത്. മനോഹരമായൊരു തുരുത്ത് ആണ് സ്വാമി തന്നേക്കുന്നതും. ഏതായാലും ഞാൻ ഡ്യൂട്ടിക്ക് പോയപ്പോൾ ഞാൻ ഭഗവാൻ ഒരു കത്തെഴുതി, ഒരു ഫോറിനറുടെ എൻ്റെ കത്ത് ഭഗവാൻ എല്ലാമായി ഈശ്വരി മേടിക്കുന്നു. അതിൽ ഞാൻ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ, സ്വാമി, എൻ്റെ പിള്ളേര് നിലത്ത് എഴുയുമ്പോൾ ആ തറയൊന്ന് തല്ലി മെഴുക്ക് നിർത്തി എനിക്കൊന്ന് സിമെന്റ് ഇടണം ഭഗവാനെ, ജനലും എനിക്കൊന്ന് വെക്കണം, തേക്കണ്ട, അത് ഞാൻ ആവശ്യപ്പെട്ടില്ല. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒരു 40 ദിവസം പോലും എടുത്തില്ല. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അടുക്ക് കുചേലൻ പോയി മടങ്ങി വന്നതുപോലെ എനിക്ക് എവിടെ നിന്നോ, അതെല്ലാം വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല, ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വന്ന് കിട്ടുന്നു. തുടർച്ചയായിട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒരു വ്യക്തി എൻ്റെ സേവനം ആവശ്യപ്പെടുകയാണ്. അഥവാ എനിക്കറിയാവുന്ന ചില നിയമപരമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പഠിച്ചത്. അദ്ദേഹം വരുവാണ്, എന്നെ അദ്ദേഹത്തിൻ്റെ PRO എന്ന രീതിയിൽ വെക്കുകയും ഞാൻ മുഖാന്തരം പല ബിസിനസ് നടക്കുകയും പെട്ടെന്ന് തന്നെ എൻ്റെ വീട് തറയിടുക, തേക്കുക, ജനൽ മനോഹരമായി വെക്കുക, പെയിന്റ് ചെയ്യുക. തീർന്നില്ല, അത് പിന്നെ ഞാൻ സായി സംഘടനയിൽ ഞാൻ EHV കോർഡിനേറ്ററായും നിലവിൽ സർവീസ് കോർഡിനേറ്ററായിട്ടും തുടർന്ന് വരികയായിരുന്നു. പിൽക്കാലത്ത് സ്വാമി എൻ്റെ ആ വീടിൻ്റെ മുകളിൽ എനിക്ക് 3 റൂമുകൾ കൂടി പണിയുവാനും ഇന്ന് ഭഗവാന്റെ കൃപയാൽ എൻ്റെ കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടുപോകാനും ഒക്കെയായുള്ള വരുമാനമായി എനിക്കതൊരു ഹോം സ്റ്റേ ആയിട്ട് മൂന്നാറിൻ്റെ സുന്ദരഭൂമിയിൽ നടത്തിക്കൊണ്ടു പോകുവാനായിട്ട് എന്നെ എൻ്റെ ഭഗവാൻ കനിഞ്ഞനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകാം. ഒരൊറ്റ കത്ത്, ആ കത്തിൽ എൻ്റെ ഭഗവാൻ എക്കാലവും അതിങ്ങനെ എനിക്ക് തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഭഗവാന്റെ സംഘടനയിൽ എനിക്ക് എൻ്റെ ഓരോ നിമിഷവും ഊർജ്ജസ്വലതയോടെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കണമെന്ന് എനിക്ക് തീർച്ചയായിട്ടും അങ്ങേയറ്റത്തെ ആഗ്രഹമുണ്ട്. ഇതെല്ലാം തന്നതുകൊണ്ടല്ല, എൻ്റെ ഭഗവാൻ എന്നോടുള്ള പ്രേമം അത് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് കഴിഞ്ഞ് സമയമാകുമ്പം പറയണം കേട്ടോ മാഡം, ഞാൻ ടൈം പീസിലേക്ക് നോക്കുന്നില്ല, ഒത്തിരി പറയാനുണ്ട്. ഒരിക്കല്
എനിക്കൊരു വല്ലാത്ത ശ്വാസവും വയറിൽ വല്ലാത്തൊരു അസ്വസ്ഥത വരികയാണ്. കുറേ മരുന്ന് കഴിച്ചിട്ടും എനിക്കത് ഭേദമാകുന്നില്ല. അവസാനം ഞാൻ അന്ന് ഒരു ശിവക്ഷേത്രത്തിൽ പൊയ്ക്കൊണ്ടിരിക്കും. ഇതുവരെ ആരോടും പറയാത്തൊരു കഥയാണ്, ഇതുവരെ ഞാൻ ആരോടും പങ്കുവെക്കാത്തതാണ്. ഒരു ശിവക്ഷേത്രത്തിൽ ഞാൻ പോകുന്നുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്നൊരു 35 കിലോമീറ്റർ അടുത്ത് അകലെ. അവിടെ ഒരു ശാന്തിയുമുണ്ട്. ഞാൻ വല്ലപ്പോഴും പലരും പോകുന്നുണ്ട്. ഒരു ഫ്രണ്ട്, ഒരു പിന്നെ മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ, അദ്ദേഹവും പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർ പോകുന്നതാണല്ലോ, ഞാനും പോകുന്നു, പ്രാർത്ഥിക്കുന്നു. ആ അവിടുത്തെ ശാന്തി പുരോഹിതൻ ഒരിക്കൽ, പിന്നീട് മൊബൈലൊക്കെ ആയ ഘട്ടത്തില, എന്നെ വിളിക്കുകയാണ് അർജന്റായിട്ട് ക്ഷേത്രം വരെ വരണമെന്ന്. അപ്പൊ എനിക്ക് സുഖമില്ല, ഞാൻ മരുന്ന് എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്വകാര്യ മുറി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഷ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ഇന്നലെ സായിബാബ സ്വപ്നദർശനം തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, കുട്ടപ്പൻ എന്ന് പറയുന്ന ആളെ നീ വിളിച്ച് അവന് ഒരു നെയ്യുടെ പേരാ, നെയ്യ് ജസ്റ്റ് ഞാൻ ഇവിടെ കുറിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് മറന്നു, വർഷങ്ങളായില്ലേ, ഈ നെയ്യ് അവന് നീ കുറിച്ചു കൊടുക്കണം. അവൻ എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു സേവാദളാണ്. നീ അവനെ വിളിച്ച് ഈ നെയ്യ് കൊടുക്കണമെന്ന് സ്വപ്നദർശനം കൊടുക്കുകയാണ്. വിശ്വസിക്കാൻ പെട്ടെന്ന് ചിലപ്പോൾ സാധിക്കില്ല. ആ നെയ്യ് അദ്ദേഹം അന്ന് തന്നെ തന്നു. അദ്ദേഹം എന്നോട് അതിന് പൈസ പോലും മേടിക്കില്ല, ഞാൻ ദക്ഷിണയായി എന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പോൾ അത് കൊടുത്തു. ആ നെയ്യ് സേവിച്ച് എൻ്റെ അസുഖം പൂർണ്ണമായി മാറുകയാണ്. അതിനുശേഷം ഇങ്ങനെ മുന്നോട്ടുള്ള എൻ്റെ പ്രയാണത്തിൽ ഞാൻ എൻ്റെ മോള് പാസ്സായ ഒരു വിഷയമുണ്ട്, CMA ICWA. അവൾ എക്സാം എഴുതുന്ന ആ ദിവസം അവളുടെ കൂടെ 5 6 ചാൻസ് എഴുതിയിട്ടും കിട്ടാത്തവർ അവളോട് പറയുകയാണ്, മോൾ അടുത്ത പ്രാവശ്യം എഴുതുന്നുണ്ടോ, മീൻസ് തോക്കും. അവൾക്ക് ആകെ ടെൻഷനായി. ഞാൻ പറഞ്ഞു, മോൾ വേറൊന്നും ചെയ്യണ്ട, അവൾ എല്ലാ ദിവസവും എക്സാമിന് പോകുമ്പോൾ ഭഗവാന്റെ സിദ്ധി സായിയുടെ, നമ്മുടെ ഭഗവാന്റെ മുന്നവതാര ചരിതം ഒരധ്യായം വായിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു, മോൾ ഒട്ടും ടെൻഷൻ അടിക്കണ്ട, ഭഗവാന്റെ ആ ഒരു ചാപ്റ്റർ മാത്രം വായിച്ചിട്ട് പൊക്കോ. മോളല്ല പരീക്ഷ എഴുതുന്നത്, സ്വാമിയായിരിക്കും, ഭഗവാനായിരിക്കും. വലിയ ഡിഫിക്കൽട്ടാണ് ആ പരീക്ഷ, അറിയാം എല്ലാവർക്കും. CAക്ക് ഈക്വലായ എക്സാമാണ്. അവൾ ആ എക്സാം സ്വാമിയാണ് എഴുതിയത്, അവൾ പാസ്സായി. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ സന്തോഷിച്ചത്, അവൾക്ക് പിന്നെ ആ അടുത്ത മാസം തന്നെ ജോലി കിട്ടിയപ്പോഴൊന്നുമല്ല, അവൾ ആ എക്സാം പാസ്സായി, മീൻസ് ഭഗവാനാണ് ആ എക്സാം എഴുതിയത്. അടുത്തത് എന്നെ പറഞ്ഞു വരുമ്പോൾ, പിൽക്കാലത്ത് ഒരു 2 വർഷം മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായി. അനുഭവം മറ്റൊന്നുമല്ല, എൻ്റെ വീടിൻ്റെ മുകളിൽ ഞാൻ ഷീറ്റിൽ GA ഷീറ്റ് അല്പം നനഞ്ഞു കിടന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. കരികില തൂത്തുവാരി താട്ടുവിടാൻ ഞാൻ കയറി. ആ ഷീറ്റിൻ്റെ എൻഡിൽ നിൽക്കുന്ന മതിയായ ഒരു കൂറ്റൻ പ്ലാവാണ്, 8-10 അടി ഉയരത്തില്. എൻ്റെ കൂടെ ആരുമില്ല, ഭാര്യ താഴെയുണ്ട്, വിളിച്ചാലൊന്നും കേൾക്കില്ല. എൻ്റെ കാല് സ്ലിപ്പായി, എൻ്റെ കാല് പൂർണ്ണമായും സ്ലിപ്പായി. പിടിക്കാൻ വേറെ ഒന്നുമില്ല, ഈ കൂർത്ത അഗ്രത്തിൽ സ്വാമി എന്ന് മാത്രം വിളിച്ച് ഞാൻ പോയാൽ ഇടിക്കുക. ഈ ഷീറ്റിന്റെ അറ്റത്ത് ഷീറ്റോട് ചേർന്ന് നിൽക്കുന്ന കൂറ്റൻ പ്ലാവിൽ എൻ്റെ നട്ടല്, മീൻസ് എൻ്റെ ബട്ടക്സ് ആ ഭാഗം ചേർന്നിടിക്കും. പിന്നെ ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ എന്താണ് സംഭവിക്കുക എന്ന്. എന്നെ താങ്ങിയതായി എനിക്കറിയാം, തീർച്ചയായിട്ടും എന്നെ താങ്ങി വ്യക്തമായ 2 കരങ്ങൾ എന്നെ താങ്ങി. അത് ഞാൻ അനുഭവിച്ചതാണ്. സ്വാമി എന്ന് വിളിച്ചു, ആ ഷീറ്റിന്റെ എഡ്ജിൽ പിടിച്ചു. എന്നെ താങ്ങിയത് കൊണ്ട് എനിക്ക് കാല് താഴേക്ക് എത്തിച്ച് മറ്റൊരു തട്ടുണ്ട് അവിടെ ചവിട്ടാൻ കഴിഞ്ഞു. അതാണ് എൻ്റെ മറ്റൊരു വലിയ അനുഭവം. മറ്റൊരു അനുഭവം, മോൻ PG പാസ്സായി ബാംഗ്ലൂർ സെന്റ് ജോസഫ് കോളേജിൽ നിന്ന് PG പാസ്സാകുമ്പോൾ, ഡിഗ്രി പാസ്സാകുമ്പോൾ എനിക്ക് അവനെ HEP എന്ന് പറയുന്ന കോഴ്സാണ് PGക്ക് വിടാൻ, ഹയർ എഡ്യൂക്കേഷൻ വിടാൻ പറ്റിയ ഒരു സാമ്പത്തികവും ഇല്ലാത്ത അവസ്ഥ പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു. കാരണം അങ്ങനെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെയാണ് നല്ല രീതിയിൽ വിടാൻ. അപ്പോൾ മോനെ പുട്ടപർത്തിയിൽ അപ്ലൈ ചെയ്യുവാണ്. ഞാൻ ഭഗവാനോട് ഒരു കത്തെഴുതി പറഞ്ഞു, സ്വാമി പിന്നെ PGക്ക് മുന്നോട്ട് വിടാൻ മാർഗമില്ല, പിന്നെ അഡ്മിഷൻ കിട്ടണം. തീർച്ചയായിട്ടും ഭഗവാൻ അവന് അവിടെ അഡ്മിഷൻ കൊടുത്തു. അവനവിടെ പഠിച്ചു പോകുന്നു എന്ന് മാത്രമല്ല, അവൻ്റെ എല്ലാമായ അവൻ്റെ തറവാട് തന്നെ അതാണ്. അവന് സുന്ദരമായി അവിടെ പഠിച്ചു പോകുന്നു, ഏറ്റവും നല്ല സ്വഭാവ രൂപീകരണത്തിൽ. ഇനി മറ്റൊരു അനുഭവം കൂടെ പറയാം. എൻ്റെ ചെറുപ്പം ഭയങ്കര ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും ദാരിദ്ര്യം അനുഭവിച്ചാണ്. ചക്കക്കുരു ചുട്ടും പുഴുങ്ങിയും തിന്ന് വിശപ്പ് അടക്കിയ ബാല്യമാണ് എൻ്റെത്. ബാല്യം
മീൻസ് 2ലും 3ലും 4ലും ഒക്കെ പഠിക്കും. നിങ്ങൾക്ക് ചിന്തിക്കാം, ഭയങ്കര പട്ടിണി പിടിച്ച വീടായിരുന്നു. അന്ന് മുതൽ എനിക്ക് മീൻ വലിയ ഇഷ്ടമാണ്. മീനിന്റെ തല അമ്മ എനിക്ക് വേണ്ടി കുട്ടിപ്പാളിൽ സൂക്ഷിക്കുമായിരുന്നു. ഞാൻ ആർജവത്തോടെ പറയുകയാണ്. ആ സ്വഭാവം പിൽക്കാലത്ത് ഒരു മീൻ ചുട്ടതെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഭക്ഷണം ഇറങ്ങുകയുള്ളായിരുന്നു. പിന്നെ സാമ്പത്തിക മെച്ചപ്പെട്ടപ്പോൾ മത്സ്യമാംസാദികളെല്ലാം കഴിച്ചിങ്ങനെ വരുമായിരുന്നു. പക്ഷേ ഞാൻ എവിടെയോ വായിക്കാടെ ഭഗവാൻ ഇഷ്ടമുള്ള ഒരു ഭക്ഷണം ഉപേക്ഷിച്ചാൽ ഭഗവാൻ ഏറെ ഇഷ്ടമാകും. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മാംസം ഉണ്ടായിരുന്നു. അത് ഞാൻ ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞാൽ കണ്ടമാനം ഞാൻ പെട്ടെന്ന് അത് നിർത്തി. അങ്ങനെ ബയാൻ ബൈ ഞാൻ ഒരു സസ്യഭൂക്കാകാൻ കഴിഞ്ഞത് എന്നിൽ വരുത്തിയ ഭഗവാന്റെ വലിയ കൃപയാണ്. അതിലെല്ലാം ഉപരി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. തീരാൻ പോവാൻ 1 മിനിറ്റല്ലേ ഉള്ളൂ മാഡം. മാഷ് പറഞ്ഞോളൂ. നമുക്കിന്ന് പിന്നെ ന്യൂ ഇയർ ഡേ അല്ലേ, പറഞ്ഞോളൂ. ഞാൻ കുറച്ച് എല്ലാവർക്കുമായ സമയം ഒരു കൂടുതൽ കാര്യം എടുത്താലും കുഴപ്പമില്ല. എല്ലാവർക്കുമായ ഒരു കാര്യം പങ്കുവെക്കുകയാണ്. മാത്രമല്ല നമ്മൾ ഈ താമസിച്ചാണല്ലോ തുടങ്ങിയത്. ശരി നോ ശരി ശരി പ്രോബ്ലം, ശരി ചെയ്തോളൂ. യെസ്. ഈ വഴിത്തിരിവില് എൻ്റെ ജീവിത യാത്രയില് എനിക്ക് കുറേയേറെ ഫ്രണ്ട്സ് ഉള്ള ഒരു മനുഷ്യനാണ് ഞാൻ. കുറേയേറെ ഫ്രണ്ട്സ്. ഞാൻ ടീച്ചിങ് ഫീൽഡിൽ അല്ലാതെ ഹോം സ്റ്റേയിൽ കുറേ ഫ്രണ്ട്സ്. അതിൽ ഒരു കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എനിക്ക്. അവരെ ആഴ്ചയിൽ 1 10 ദിവസം കൂടുമ്പോഴൊന്നോ ഒത്തുകൂടിയിരുന്ന ഒരു ഗ്യാങ്ങാണ്. ആ ഗ്യാങ് ഒത്തുകൂടുകയും അവിടെ ഒത്തുകൂടി അവര് വിവിധ ഇറച്ചികൾ ഉണ്ടാക്കുക, ഫുഡ് ഉണ്ടാക്കുക, അങ്ങനെ ഉല്ലസിച്ച് സന്തോഷിച്ച് ഇരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ഞാനും പോവുമായിരുന്നു. പക്ഷെങ്കിൽ എനിക്ക് എൻ്റെ ഭഗവാനിലേക്ക് അടുത്തത് കൊണ്ട് അവരോട് ഗുഡ് ബൈ, എന്നെ വിളിക്കണ്ട, ഞാൻ നിങ്ങളുടെ കമ്പനിയിലില്ല, ഓരോരുത്തരെ ഞാൻ ഉപേക്ഷിച്ചു. കണ്ടാ വീണ്ടും ചിലപ്പോൾ ഒരു 4 ദിവസം ഫോൺ ചെയ്യും. കാരണം എന്നെ വിളിക്കേണ്ട കാര്യമില്ല. കാരണം അവരുടെ അനാവശ്യമായ ഫോൺ വിളികൾക്ക് എൻ്റെ സമയം, വിലപ്പെട്ട സമയം കളയേണ്ടത് എനിക്കില്ല. 1 by 1 ആയിട്ട് എല്ലാവരും ഉണ്ട്. വല്ലപ്പോഴും കാണും, വല്ല കല്യാണത്തിനോ 2-4 ദിവസം വല്ല മരണ വാർത്തയൊക്കെ അറിയിക്കാൻ വിളിച്ചാൽ എടുക്കും. അതൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൂ. ഓരോരുത്തരെയും ഉപേക്ഷിച്ച് സത്സംഗത്തില് നല്ല കൂട്ടുകാര് രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകുവാൻ ഭഗവാൻ എന്നെ കനിഞ്ഞ് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റൊന്ന്, കോവിഡ് വന്ന കാലഘട്ടം എൻ്റെ ഹോം സ്റ്റേ എന്നുള്ള വരുമാനം പാടെ നിന്നു. ഒരു വരുമാനവും ഇല്ല. നിങ്ങൾക്കറിയാം, ടൂറിസ്റ്റുകൾ വരുന്നില്ല. എന്ത് ചെയ്യുമെന്ന് വല്ലാത്ത അറിയാത്ത ഒരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ മാസം തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഏതാനും സുഹൃത്ത് എല്ലാവരും ഉടനെ കൃഷിയിലേക്ക് തിരിഞ്ഞു. എനിക്ക് 7 സെൻറ്റാണ് എൻ്റെ ഹോം സ്റ്റേ ഇരിക്കുന്ന. 7 സെൻറ്റ് ഭൂമിയെ എനിക്കുള്ളൂ. പക്ഷെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുടെ 2 ഏക്കർ സ്ഥലം 3 ഞാൻ ഒരു ലീസും, എല്ലാവരും 1 ഏക്കർ സ്ഥലത്തിന് 75,000 1 ലക്ഷം ലീസിനെടുത്താണ് കൃഷി ചെയ്യുന്നത് ഇവിടെ. ഏലം കാരണം ഏലം പെട്ടെന്ന് പ്ലാന്റ് ചെയ്താൽ ഒരു 15 മാസത്തിന് 18 മാസം ആകുമ്പോഴത്തേക്കിൻ്റെ ക്രോപ്പ് വന്നു തുടങ്ങും. അത് വിളവെടുക്കാൻ തുടങ്ങും. പക്ഷെ ഭഗവാനോടുള്ള പ്രാർത്ഥന കൊണ്ട് എൻ്റെ ചില അടുത്ത ബന്ധുക്കൾക്ക് വെറുതെ കിടന്ന ഭൂമി പോലും ചോദിച്ചിട്ട് ലീസ് തരാമെന്ന് പറഞ്ഞു പോലും കിട്ടിയില്ല. പക്ഷെ എൻ്റെ സുഹൃത്തുക്കൾ, അവരെല്ലാം അമേരിക്കയിലൊക്കെ ഉള്ള നല്ല സുഹൃത്തുക്കൾ, അവരുടെ ഭൂമി എനിക്ക് കിട്ടുകയും ഞാൻ കൃഷി ഇറക്കുകയും ചെയ്തു. അതിനകത്ത് വരുന്ന ഒരു വലിയ ഭഗവാന്റെ കൃപ. എല്ലാവരും പറയുന്ന ഒരു കാര്യം, എനിക്കും അത് അനുഭവിക്കാൻ കഴിയും. എൻ്റെ കൃഷി മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഞാനേ അല്ല, ഒരു അദൃശ്യ ശക്തി എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. സത്യം. ഭഗവാൻ മീൻസ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വളവിടണം. വളവിട്ടാൽ ഉടനെ മഴ കിട്ടണം. മഴ കിട്ടിയാലേ അന്നേരം വളവിട്ട് കാര്യമുള്ളൂ. ഞാൻ വളവിട്ടാൽ എല്ലാവരും പറയുന്നത്, ഈ ഗ്രാമത്തിലെല്ലാവരും പറയുന്ന എന്നെ എല്ലാവരും ഞാൻ ഈ പഠിപ്പിച്ചോണ്ട് നടന്നുകൊണ്ട് കുട്ടപ്പൻ സാർ എന്നങ്ങ് വിളിക്കും. അപ്പൊ ആൾക്കാരിങ്ങനെ പറയുന്നത്, കുട്ടപ്പൻ സാർ വളവിട്ടോ ഇന്ന്? യെസ്, ഇന്ന് മഴ പെയ്യും. സത്യമാണ്. വയ്യോളം മഴ പെയ്യല. വളവിട്ട് വരുമ്പോൾ ഓർത്തു നോക്കൂ നിങ്ങൾ, അന്ന് മഴ പെയ്യും. ഇനി ഞാൻ ചിലപ്പോൾ പ്ലാൻ ചെയ്യും, ഇന്ന പണി ഏലത്തിന്റെ ഇന്നപ്പച്ചിയാണ്, ഭഗവാനെ തട്ടി മാറ്റും. ഭഗവാൻ അറിയാം, കാരണം പണിക്കാരെ കിട്ടുകയില്ല. പെട്ടെന്ന് അതിൻ്റെ ചെയ്യേണ്ട കറക്റ്റ് ടൈം ആകുമ്പോൾ ഭഗവാൻ എൻ്റെ പണിക്കാരെ എത്തിച്ചേരും. പണികൾ സുഖമായി നടക്കും, മുന്നോട്ട് പോകും. ഈ വർഷം പറയാം, എല്ലാവർക്കും 2 തവണ കൂടുതൽ കിട്ടുന്നില്ല. കാലാവസ്ഥ വളരെ മോശമായിരുന്നു. പക്ഷെ എനിക്ക് 1 തവണയും കൂടെ എടുക്കാൻ കിട്ടുന്നുണ്ട്. ഞാൻ അതിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്നെ കൊണ്ട് ചെയ്യിക്കുന്നതും അത് തരുന്നതും ഭഗവാനല്ലാതെ വേറെ ആരും അല്ല. ഭഗവാൻ എല്ലാ കാര്യവും. അപ്പൊ ഒരു കാര്യം കൂടെ എല്ലാവർക്കുമായിട്ട് പങ്കുവെക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടും ഭഗവാന്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരടി
നമ്മൾ അങ്ങനെ അങ്ങ് വെച്ചാൽ 100 അടിയല്ല, 1000 അല്ല, ഭഗവാൻ നമ്മുടെ കാര്യങ്ങൾ എല്ലാം നോക്കി നടത്തിക്കൊള്ളും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇതാണ് എൻ്റെ ഹ്രസ്വമായ അനുഭവങ്ങൾ. ഒരുപാടുണ്ട്. ഞാൻ പുതിയ ഒരു ഉത്തരവാദിത്വം മുമ്പേയും പറഞ്ഞു, വലിയൊരു അവസരവുമാണ്. ഇന്നലെയും ഇന്നും മിനിഞ്ഞാന്നുമൊക്കെ സ്വാമിയുടെ കൃപ കൊണ്ട് 3 ഗ്രാമങ്ങളിൽ 7:30 ഞാനിപ്പോൾ ഇന്ന് തിരിച്ചെത്തിയപ്പോൾ. ഇവിടെ കുറേ നിറയെ സ്വിറ്റ്സർലൻഡുകാർ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിലും 7:30 വരെയും ഞാൻ സന്ധ്യ വരെയും ഇവിടുത്തെ കൺവീനറും കൂടി ഇന്നൊരു മലമടക്കിലായിരുന്നു. 4-ാം തീയതി 5-ാം തീയതിയുമായിട്ട് ഇടുക്കിയിൽ 2 കുടുംബ സംഗമങ്ങൾ നടക്കുകയാണ്. ഭഗവാന്റെ അനുഗ്രഹത്താൽ അത് വലിയ വിജയമാകും, സംശയം വേണ്ട. എല്ലാവരും അതിനായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് ഈ സന്ധ്യാവേളയിൽ, ഈ ന്യൂ ഇയർ ഈവില്, ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തേക്കുന്ന എല്ലാവർക്കും, എല്ലാ വ്യക്തികൾക്കും, കുടുംബാംഗങ്ങൾക്കും 100,000 നവോത്സരാശംസകൾ നേരുന്നതിനോടൊപ്പം ഈ പരിപാടി പ്ലാൻ ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരോട് എല്ലാവർക്കും ോടുമുള്ള നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നതോടൊപ്പം നമ്മുടെ എല്ലാമായ ഭഗവാനോട് നമുക്ക് ഈ സുവർണ അവസരങ്ങൾ തരുന്നതിന് നമുക്ക് കടപ്പെട്ടിരിക്കാം, നമുക്ക് നന്ദി ഉള്ളവരായിരിക്കാം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സായിറാം. ഈ വാക്കുകൾ സമ്പൂർണമായും ഭഗവാന്റെ പുണ്യ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ജയ് സായിറാം. മാഷെ, അതിമനോഹരമായ ഒരു ന്യൂ ഇയർ ഈവാണ് മാഷ് തന്നത്. താങ്ക് യു സോ മച്ച് മാഷെ. മോളെ ആരതി, സ്വാമിയുടെ కనుక శ్రద్ధ, విశ్వాసము ఈ రెండింటిని మనం అనుభవించడానికి earnestness and faith are very important. భవానీ శంకర్లే ఈ దివ్య స్వరూపము ప్రపంచము. The divine forms of Bhavani and Shankara. కాబట్టి లోక సమస్త సుఖినో భవంతు. Therefore let the whole world be happy. లోకమంతా సుఖంగా ఉండాలి. Let the whole world be happy. అనగా ఏమిటి? What is the meaning? శ్రద్ధ, విశ్వాసం రెండు కూడా ఎప్పుడు కూడా భద్రంగా ఉండాలి. So earnestness and faith should be రెండు strong. భద్రంగా ఉంటే మనం సాధించలేనిది ఒక్కటి కూడా లోకంలో లేదు. If they are firmly established, there's nothing that you cannot achieve. సాధించవచ్చును. You can achieve anything whatsoever. మనం మోక్షాన్ని పొందవచ్చును. In a moment we can attain liberation. ఆనందాన్ని అనుభవించవచ్చును. We can experience bliss. దీనికి ఏ మాత్రము శ్రమలు లేవు. There's absolutely no. అట్టి శ్రమలేని మార్గాన్ని ఈనాడు వదిలిపెట్టి There's absolutely no effort in this. అనేక శ్రమలు కోర్చుకొని Why do you give up? నష్టాలు, దుఃఖాలు, విచారాలు అన్నిటికీ మనం లొంగి Why do you give up this easy way and take upon yourself the burdensome ways of life? ప్రయోజనం లేదు. What are you gaining? ఈ నామములన్నీ కూడా కేవలం ఒక తృప్తి నిమిత్తమై ఏర్పడినటువంటివే. The names are these which only are temporary satisfaction. ఇది కేవలం ఒక చిహ్నం కోసం పెట్టినటువంటి పేర్లు మాత్రమే. There's something, it's only a sign of the నిజమైన మన పేరు ఏమిటి? What is our real name? శ్రద్ధ, విశ్వాసమే మన పేరు. It's earnestness and faith. నా పేరు శ్రద్ధ. My name is Shraddha. నాకు విశ్వాసం ఉన్నది. I have got faith. విశ్వాసమే లేకపోతే శ్రద్ధ లేదు, శ్రద్ధనే లేకపోతే విశ్వాసం లేదు. Without faith there is no earnestness, without earnestness ఈ there is no రెండింటి యొక్క faith. ఏకత్వమే దివ్యత్వమైనటువంటి ఆత్మతత్వము. The combination of these two is the Atmic principle. സായിറാം, സുജാത പാടിക്കോളൂ കേട്ടോ, ഒരു ഭജന പാടിക്കോളൂ. സായിറാം. സത്യസ്വരൂപിണി മാ, സായി പ്രേമ സ്വരൂപിണി മാ, സത്യസ്വരൂപിണി മാ, സായി പ്രേമ സ്വരൂപിണി മാ, പരമാനന്ദദായിനി ഹൃദയ നിവാസിനി പർത്തി നിവാസിനി മാ,
സത്യസ്വരൂപിണി മാ സായി പ്രേമ സ്വരൂപിണി മാ പരമാനന്ദദായിനി ഹൃദയ നിവാസിനി പർത്തി നിവാസിനി മാ വിഘ്ന വിനാശിനി ഭവഭയഹാരിണി കാലിക പാലിനി മാ ഹേ ത്രിഭുവന പാലിനി മംഗളകാരിണി മോക്ഷപ്രദായിനി മാ പരമാനന്ദദായിനി ഹൃദയ നിവാസിനി പർത്തി നിവാസിനി മാ പരമാനന്ദദായിനി ഹൃദയ നിവാസിനി പർത്തി നിവാസിനി മാ സത്യസ്വരൂപിണി മാ സായി പ്രേമ സ്വരൂപിണി മാ. സായിരാം. സൈറാം സൈറാം. ഭഗവാന്റെ പാദാരന്ദങ്ങൾ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് 24 നമ്മൾ ഇവിടെ പറയുമ്പോൾ എല്ലാവർക്കും നാളെ മനോഹരമായ ഒരു ദിനം ഉദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും 2025 ഭഗവാന്റെ 100ാമത്തെ ജന്മദിനമാണ്. അതിൽ വരുന്നത് ബ്രഹ്മ നമ്പരായ 9 ആണ്. 2025 നമ്മൾ കൂട്ടുമ്പം 5 4 9 എന്ന് വരും. 9 എന്നുള്ള ഒരു ബ്രഹ്മ നമ്പറാണ്. അത് ഭഗവാന്റെ 100ാമത്തെ ബർത്ത്ഡേക്ക് തന്നെ വന്നത്. അത് ഭഗവാന്റെ സങ്കല്പം. അത് മാത്രമല്ല, നാളെ തൊട്ട് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യം പറയാണ്. നാളെ ജാനുവരി മാസം മുഴുവനും നമ്മളുടെ കുട്ടികളാണ് ബാലവികാസ്, ഭഗവാന്റെ പ്രിയപ്പെട്ട ബാലവികാസ് കുട്ടികളാണ് അന്തർശരീരത്തില് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനും ഭഗവാന്റെ വാണി വായിക്കുവാനും ഭജന പാടുവാനും പോകുന്നത്. അപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. എല്ലാവരും പ്രസന്റ് ആവണം. നാളെ 1-ാം തീയതി വളരെ നാളായിട്ട് ബാലവികാസിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന OM സാമുവൽ സാറാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത് തുടങ്ങി വെക്കുന്നത്. നാളെ ബാലവികാസ് തുടങ്ങുന്നത് വയനാട് നിന്നുള്ള സാമുവൽ മാഷിനെ എല്ലാവർക്കും അറിയാം, പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നാലും വളരെ വലിയ ഒരു ഭക്തനും സാധകനും വളരെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രചോദനം ചെയ്യാൻ കഴിവുള്ളതും ബാലവികാസിന് വേണ്ടി തന്നെ ജീവിതം ഒഴിഞ്ഞു വെച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള അത് ശ്രേഷ്ഠനായ ഭഗവാന്റെ ഭക്തനാണ് അദ്ദേഹം. നാളെ തുടങ്ങും. എല്ലാവരും വരണം. എല്ലാ കുഞ്ഞുങ്ങളെയും പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജയ് സായിരാം. സായി ഉപമ. വിഭുവിന്റെ മഹത്വത്താൽ പ്രചോദിതരാകാതെ ഒരാൾ പ്രഭു രാമചന്ദ്രനെ കുറിച്ച് സംസാരിച്ചാൽ അത് വെറും പൊള്ളയായി തോന്നുന്നു. അതുകൊണ്ട് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല. അത് ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുക്കി വെച്ച ഒരു ഊണുമേശയുടെ പ്രതിബിംബം ഒരു കണ്ണാടിയിൽ കാണുന്നത് പോലെയാണ്. കണ്ണാടിയിൽ കാണപ്പെടുന്ന ഭക്ഷണം വിശക്കുന്ന വയറ് നിറയ്ക്കില്ല. ഈശ്വരനാമത്തിന് നൽകുവാൻ കഴിയുന്ന ആനന്ദത്തെ വർണ്ണിക്കുവാൻ ഒരു ഭാഷയ്ക്കും കഴിയുകയില്ല. ആ ആനന്ദത്തിന്റെ അണുവിട മാത്രമേ വാക്കുകൊണ്ട് വർണ്ണിക്കുവാൻ കഴിയൂ. അത് അനുഭവിച്ചു തന്നെ അറിയണം. ജയ് സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. 2024 ഓഗസ്റ്റ് 17 തൊട്ട് നമ്മൾ 99 ഡേയ്സ് എന്ന് ഉദ്ദേശിച്ച് കൃത്യം 99 ഡേയ്സ് ആണ് വന്നത്. 23rd വരെ 99 ദിവസമാണ് വന്നത്. അത് ഭഗവാന്റെ സങ്കല്പം. ഇത്ര ഭംഗിയായിട്ട് ഈ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന്മാരെ കൊണ്ട് ഭഗവാൻ നൽകിയ ഭഗവാന്റെ മഹിമകൾ, അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഇങ്ങനെ നമുക്ക് കേൾക്കുവാനും നമ്മളെ ഏറ്റവും ഹംബ്ലിംഗ് ആയിട്ടുള്ള ഓരോരുത്തരുടെ അനുഭവം കേൾക്കുമ്പോഴും നമ്മള് ഭഗവാന്റെ ആ മഹാത്മ്യം ഓർക്കുമ്പോൾ നമ്മൾ ആരുമല്ല, ഒന്നുമല്ല,
ഭഗവാന്റെ ഈ മാഹാത്മ്യത്തിന് പാത്രമാവാൻ, അല്ലെങ്കിൽ നമുക്ക് ഈ അവതാര പുരുഷനെ അറിയുവാനും സേവ ചെയ്യുവാനും അവസരം കിട്ടാൻ ഏത് പുണ്യമാണ് നമ്മൾ അനുഭവിച്ചത്, ഏത് ജന്മത്തിലെ പുണ്യം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം സൃഷ്ടിച്ചതെന്ന് ഓർക്കുമ്പം സത്യമായിട്ടും തല നമുക്ക് എത്ര താഴ്ന്നാലും താഴാത്ത മാതിരി ഭഗവാന്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് കിടക്കാൻ മാത്രം ആണ് തോന്നുന്നത്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ മനസ്സിനെ വളരെയധികം എൻറിച്ച് ചെയ്യുക, അതായത് കൂടുതൽ നമ്മളെ സമ്പന്നരാക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങളാണ് ഓരോ ദിവസം ഓരോരുത്തരും പങ്കുവെക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ അനുഭവം അതുപോലെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ബാലവികാസ് എന്നുള്ള ഭഗവാന്റെ പദ്ധതി എത്ര മഹത്തരമാണെന്നുള്ളത്. അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വർത്തമാനം കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്ക് തീർച്ചയാണ്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ 2024 നമുക്ക് തന്ന എല്ലാ അനുഭവങ്ങളും ഭഗവാന്റെ അനുഗ്രഹമായിട്ട് തന്നെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ സമർപ്പിക്കുന്നു. നാളത്തെ 2025 നമുക്ക് എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യം എപ്പോഴും ഉണ്ടാകണമേ. ഭഗവാന്റെ സേവയ്ക്കുള്ള അവസരങ്ങൾ അവസാന ശ്വാസം വരെ നമുക്ക് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, പുതുവർഷ നവവത്സരാശംസകൾ. ജയ് സായിരാം. സായിരാം. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. സായിരാം. 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 സായിരാം.